പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ SFIയുടെ സാന്നിധ്യം വ്യക്തമെന്ന് സസ്പെൻഷനിലായ VC MR ശശീന്ദ്രനാഥ്. സംഭവത്തിൽ ഡീനിനും അസിസ്റ്റന്റ് വാർഡനും പിഴവ് സംഭവിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും മുൻ VC MR ശശീന്ദ്രനാഥ് ജനം TVയോട് പ്രതികരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായി VCയെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു. VC MR ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെ നോക്കിക്കാണുന്നു ഈ നടപടി? തീർച്ചയായിട്ടും ചാൻസലർക്ക് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ അധികാരമുണ്ട്. പക്ഷെ ഒരു ന്യൂനത മാത്രം ഞാൻ അതിൽ കാണുന്നു. അത് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ഒരു വിശദീകരണം തേടേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് ഹോസ്റ്റലിൽ നടന്നത്? അതിനെക്കുറിച്ച് സാറ് എന്താണ് അറിഞ്ഞിട്ടുള്ളത്? ഹോസ്റ്റലിൽ നടന്നത് അതിദാരുണമായിട്ടുള്ള ഒരു മരണം തന്നെയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന് യാതൊരു സംശയവുമില്ല. SFIയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം ആ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അതും വളരെ ക്രൂരമായി തന്നെ ആ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് നിരവധി പേർ അത് കണ്ടു നിന്നു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഈ വിദ്യാർത്ഥികൾ കടന്നു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് SFIയുടെ ഒരു സാന്നിധ്യം ഈ ഒരു സംഭവത്തിലുണ്ട്? അത് സാർ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും SFIയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സംഘടനയുള്ളൂ. ആ സംഘടനയിലെ പല നേതാക്കന്മാരും ഇന്നിപ്പോൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് എഗൻസ്റ്റായിട്ട് പോലീസ് കേസ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടനയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉറച്ച അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഗവർണർ പറഞ്ഞ കാര്യം കൂടെ ഉണ്ട്. ഈ PFIയുടെ ബന്ധം കൂടെ ഇതിൽ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ്? അത്തരത്തിലുള്ള ഒരു ബന്ധം സാർ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന്? ഗവർണർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കാം. പക്ഷേ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധം അറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. എൻ്റെ അറിവിൽ പെട്ടിടത്തോളം അങ്ങനെ ഒരു സംഭവം, ഒരു ബന്ധം ഉള്ളതായിട്ട് അറിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെ ജുഡീഷ്യൽ അന്വേഷണം എങ്ങനെ സ്വാഗതം ചെയ്യുന്നുണ്ട്? അല്ല, അത് ഏത് അന്വേഷണമായാലും സ്വാഗതം ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അതിലൊന്നും തെറ്റില്ല. നമ്മുടെ മുഖ്യ ഉദ്ദേശം തന്നെ നമ്മൾ അവിടെ എന്ത് തെറ്റ് നടന്നുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ പുറത്തു വരണം. അതിന് ആരൊക്കെ ഉത്തരവാദികളാണ് അവരൊക്കെ നിയമത്തിന് വിധേയമായി ശിക്ഷ അനുഭവിക്കുകയും വേണം. സംശയമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡീനിൻ്റെ പങ്ക്, അതായത് അദ്ദേഹത്തിനാണ് ഈ ഹോസ്റ്റൽ ചുമതല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. വളരെ വലിയ പ്രതിഷേധമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഡീനിൻ്റെ പങ്ക് എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സർവകലാശാല തന്നെ എടുക്കുകയാണെങ്കിൽ വെറ്റിനറി സർവകലാശാലയിൽ 7 കോളേജുകളുണ്ട്. ഈ 7 കോളേജുകളും നിയന്ത്രിക്കുന്നത് അതാത് കോളേജിലെ ഡീൻമാരും അതുപോലെ ചില കോളേജുകളിൽ സ്പെഷ്യൽ ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ കീഴിൽ ഉള്ള ഹോസ്റ്റലുകളിൽ അവിടെ അസിസ്റ്റൻറ്റ് വാർഡന്മാരെ, ഫാക്കൽറ്റിയിൽ നിന്ന് അധ്യാപികമാരിൽ നിന്ന് അസിസ്റ്റൻറ്റ് വാർഡന്മാരെ സെലക്ട് ചെയ്ത് അവരാണ് ചുമതല നിർവഹിക്കുക. അപ്പോൾ അവർ ദിവസവും, അസിസ്റ്റൻറ്റ് വാർഡന്മാർ പ്രത്യേകിച്ച് ദിവസവും അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡീൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അവിടെയുള്ള പ്രശ്നങ്ങൾ മന്ത്ലി റിപ്പോർട്ട് അല്ലെങ്കിൽ വീക്ക്ലി റിപ്പോർട്ടും ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഡീൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് പോലെ ഹോസ്റ്റലുകളിലൊക്കെ പോയി നോക്കേണ്ടതുമാണ് അസിസ്റ്റന്റ് വാർഡനുണ്ടെങ്കിലും. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ഡീൻ്റെ ലെവലിലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി ലെവലിലോട്ട് അറിയിക്കുന്നത്. നമ്മുടെ വെറ്റിനറി സർവകലാശാല ഹെഡ് ക്വാർട്ടേഴ്സ് പൂക്കോട് ക്യാമ്പസിലായിപ്പോയി. ആ ക്യാമ്പസിൽ തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജ് സ്ഥാപിക്കുന്നത്. അത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഡീൻ്റെ കയ്യിലും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വാർഡൻ്റെ കയ്യിലും ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും എല്ലാം കിട്ടിയപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30-ക്കാണ് അത് മെയിലിൽ നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് തന്നെയാണ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി അത് UGC പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതും.
വിവിധ കുട്ടികളെ, ഈ കുറ്റക്കാരെ കണ്ടുപിടിച്ച കുട്ടികളെ വിവിധ ശ്രേണികളായിട്ട്, അതായത് അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ട് ഉള്ള ശിക്ഷാവിധികൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് UGC പോർട്ടലുണ്ട്. അതിനനുസരിച്ചിട്ട് അത് നമ്മൾ ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് VCക്കും തരും. VC ആണ് അപ്പലേറ്റ് അതോറിറ്റി. വീണ്ടും കുട്ടികൾക്ക് VC സമീപിക്കാം. VCക്ക് ചില വിവിധ ശ്രേണികളുണ്ട്. അവസാനത്തെ വെച്ചാൽ 7 ദിവസത്തെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ 7 ദിവസം മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ പഠനം തന്നെ നിർത്തുക. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഇതാണ്. അപ്പോൾ ഇന്നലെ രാത്രി 10:30-ക്കാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് ഇവിടെ കുറച്ച് വീഴ്ചകൾ ഡീനിൻ്റെ കയ്യിലും അതുപോലെ അസിസ്റ്റൻറ്റ് വാർഡൻ്റെ കയ്യിലും. ഈ വ്യക്തികളൊക്കെ വളരെ നല്ല വ്യക്തികളാണ് കേട്ടോ. എന്തോ ഒഫീഷ്യൽ തിരക്കിൻ്റെ ഇടയിലോ മറ്റോ സംഭവിച്ചതാകാം, ഇങ്ങനെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് അന്വേഷിക്കണം. അപ്പോൾ അന്വേഷിക്കണമെങ്കിൽ ഇവരെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. അതിൻ്റെ സസ്പെൻഷൻ ഓർഡർ ഇന്ന് രാവിലെ 10:30-ക്ക് മണ്ണുത്തിയിലുള്ള എൻ്റെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് സസ്പെൻഷൻ ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗവർണറുടെ സസ്പെൻഷൻ ഓർഡർ എനിക്ക് വരുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നോടൊരു വിശദീകരണം ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആ മൊമെൻറ്റിൽ ഐ സ്റ്റോപ്പ് മൈ വർക്ക്, ഐ ഹാൻഡ് ഓവർ എവറിത്തിങ് ടു ദി ഒഫീഷ്യൽസ് ദർ ആൻഡ് ഐ ലെഫ്റ്റ് ദി ഓഫീസ്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം ലഭിച്ച റിപ്പോർട്ട് എന്തായിരുന്നു? ആദ്യം ലഭിച്ച റിപ്പോർട്ട് 18th സൺഡേ ഞാൻ ഇവിടുന്ന് വയനാട്ടിലോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് അവിടുത്തെ അധ്യാപകനായ ദിനേശ് PT വിളിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു കുട്ടി ഒരു ക്രൈം, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, ഡീന് കൂടിയുണ്ട്, ഞങ്ങൾ ആ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ 18th ഉച്ചയ്ക്ക് 1 മണിക്കാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു ആത്മഹത്യയാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു വിവരം ലഭിച്ചപ്പോൾ അവർ ഓടി വന്ന് ആ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റിയില്ല, എന്നിട്ട് ചവിട്ടി പൊളിച്ചു എന്നിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഉള്ളിൽ കടക്കുമ്പോൾ ആൾ കുഴപ്പമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ വേണം. തീർച്ചയായിട്ടും ആരൊക്കെയാണ് ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തിരിക്കണം. നമ്മുടെ നാട് അത്ര അധപതിച്ചിട്ടുള്ള സ്ഥലമല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടി, പക്ഷേ നമ്മുടെ നാട്ടിലും നടപടികൾ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ എടുക്കണമെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ കോടതിയിൽ പോകാം, അത് തെറ്റായി വരും. എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ വേണമെന്നാണ് VCയും പറയുന്നത്. ഏത് അന്വേഷണത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്.